ഹോളിവുഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്ന് തുടങ്ങുന്നത് 2014 നവംബർ 24-നാണ്. ഒരു സാധാരണ തിങ്കളാഴ്ച രാവിലെ ഓഫീസിലെത്തിയ സോണി പിക്ചേഴ്സ് ജീവനക്കാർ കണ്ടത് തങ്ങളുടെ കമ്പ്യൂട്ടറുകൾ ഓരോന്നായി നിശ്ചലമാകുന്നതാണ്. സ്ക്രീനിൽ ചുവന്ന അസ്ഥികൂടം തെളിയുന്നു. ഒപ്പം ഒരു സന്ദേശവും, ഹാക്ക് ബൈ GOP. വെറുമൊരു വെബ്സൈറ്റ് ഹാക്കിംഗ് അല്ല ഇത്. സോണിയുടെ ആഭ്യന്തര ശൃംഖല പൂർണ്ണമായും പിടിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. 100 ടെറാബൈറ്റോളം ഡേറ്റയാണ് അദൃശ്യമായ ശത്രുക്കൾ കൈക്കലാക്കിയത്. വരാനിരിക്കുന്ന സിനിമകൾ, ശതകോടീശ്വരന്മാരായ താരങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ, 47,000 സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകൾ ഹോളിവുഡ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം നഗ്നമാക്കപ്പെട്ടു. ഈ ആക്രമണത്തിൻ്റെ ഗൗരവം ലോകം മനസ്സിലാക്കാൻ മണിക്കൂറുകളെടുത്തു. ഒരു ആഗോള കോർപ്പറേഷനെ മുട്ടുകുത്തിക്കാൻ ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ, ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെ സാധിക്കുമെന്ന് ആ ഹാക്കർമാർ തെളിയിച്ചു. ആരായിരുന്നു ഈ ഗാർഡിയൻസ് ഓഫ് പീസ്? അവർക്ക് സോണിയോട് ഇത്ര വലിയ പകയുണ്ടാകാൻ കാരണം എന്താണ്? ഈ ഡിജിറ്റൽ യുദ്ധത്തിൻ്റെ വേരുകൾ ചെന്നെത്തുന്നത് ഒരു കോമഡി സിനിമയിലേക്കും ലോകം ഭയക്കുന്ന ഒരു സ്വേച്ഛാധിപതിയിലേക്കുമാണ്. എന്തായിരുന്നു സോണിയെ ഇത്ര വലിയ കുഴപ്പത്തിലാക്കിയ സിനിമ? സേത്ത് റോഗനും ജെയിംസ് ഫ്രാങ്കോയും അഭിനയിച്ച ദ ഇൻ്റർവ്യൂ. ഉപരിപ്ലവമായി നോക്കിയാൽ ഇതൊരു സാധാരണ ആക്ഷേപഹാസ്യ സിനിമയാണ്. പക്ഷേ അതിൻ്റെ പ്രമേയം അതീവ പ്രകോപനപരമായിരുന്നു. നോർത്ത് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ അഭിമുഖം ചെയ്യാൻ പോകുന്ന 2 മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഈ സിനിമയുടെ പ്രമേയം. ഈ സിനിമയുടെ ട്രെയിലർ പുറത്തുവന്ന നിമിഷം മുതൽ പ്യോങ്യാങ്ങിൽ നിന്ന് പ്രതിഷേധത്തിൻ്റെ കനലുകൾ ഉയർന്നു. തങ്ങളുടെ പരമാധികാരത്തെയും നേതാവിനെയും അപമാനിക്കുന്നത് യുദ്ധപ്രഖ്യാപനമാണെന്നാണ് നോർത്ത് കൊറിയ ഐക്യരാഷ്ട്രസഭയിൽ വാദിച്ചത്. എന്നാൽ ഹോളിവുഡ് ഇത് ഗൗരവമായി എടുത്തില്ല. അക്കാലത്തെ സോണി CEO കാസുവോ ഹിരായി സിനിമയിലെ കിം ജോങ് ഉന്നിൻ്റെ വധശിക്ഷ സീൻ അല്പം മൃദുവാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സർഗാത്മക സ്വാതന്ത്ര്യത്തിനു വേണ്ടി സോണി മുന്നോട്ട് പോയി. പക്ഷേ ഈ സിനിമ ഹോളിവുഡിൻ്റെ തന്നെ അടിത്തറ ഇളക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. യഥാർത്ഥത്തിൽ നവംബർ 24-നല്ല ഈ ഹാക്കിംഗ് തുടങ്ങിയത്. US ഏജൻസികളുടെ കണ്ടെത്തൽ പ്രകാരം ചുരുങ്ങിയത് 2 മാസത്തോളം ഹാക്കർമാർ സോണിയുടെ സെർവറുകളിൽ പതുങ്ങിയിരുന്ന് ഡേറ്റകൾ ചോർത്തുകയായിരുന്നു. എന്നാൽ ഹാക്കർമാരുടെ അവകാശവാദം മറ്റൊന്നാണ്. അവർ 1 വർഷത്തോളമായി സോണിയുടെ സിസ്റ്റം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സോണിയുടെ സുരക്ഷാ കവചങ്ങൾ തകർക്കാൻ അവർ ഉപയോഗിച്ചത് അതീവ സങ്കീർണമായ SMB വേം ടൂളുകളാണ്. നവംബർ 21 വെള്ളിയാഴ്ച സോണി എക്സിക്യൂട്ടീവുകൾക്ക് ഗോഡ്സ് അപ്പോസ്റ്റൽസ് എന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരു ഭീഷണി ഇമെയിൽ ലഭിച്ചിരുന്നു. സോണിയെ തകർക്കും, പണം നൽകുക എന്നതായിരുന്നു ഉള്ളടക്കം. എന്നാൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് സ്പാം മെയിലുകൾ ലഭിക്കുന്ന എക്സിക്യൂട്ടീവുകൾ ഇത് അവഗണിച്ചു. ഈ അശ്രദ്ധ സോണിക്ക് നൽകേണ്ടി വന്നത് വലിയ വിലയായിരുന്നു. ഹാക്കർമാർ സിസ്റ്റത്തിൽ നിന്ന് ഒരു ബാക്ക്ഡോർ നിർമ്മിക്കുകയും വിവരങ്ങൾ ചോർത്തുന്നതിനൊപ്പം സിസ്റ്റം തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. ഹാക്കിങ്ങിന് പിന്നാലെ ഹാക്കർമാർ ഓരോ വിവരങ്ങളായി പുറത്തുവിട്ടു. ഹോളിവുഡിലെ വമ്പൻ താരങ്ങളുടെ ശമ്പള വിവരങ്ങൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ, സ്വകാര്യ ഫോൺ നമ്പറുകൾ എന്നിവ പരസ്യമായി. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചത് സോണി മേധാവികൾ തമ്മിലുള്ള ഇമെയിൽ സന്ദേശങ്ങളായിരുന്നു. ഏഞ്ചലീന ജോളിയെ കഴിവില്ലാത്ത ഹങ്കാരി എന്ന് സ്കോട്ട് റൂഡിൻ വിളിച്ചതും പ്രസിഡന്റ് ബരാക് ഒബാമയെക്കുറിച്ച് നടത്തിയ വംശീയ പരാമർശങ്ങളും വലിയ വിവാദമായി. ഈ ചോർച്ചകൾ ഹോളിവുഡിലെ പ്രമുഖർക്കിടയിൽ അവിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകി. ഇതുകൂടാതെ റിലീസിന് തയ്യാറായിരുന്ന 5 പ്രമുഖ സിനിമകളുടെ ഹൈ ഡെഫിനിഷൻ കോപ്പികൾ പൈറസി വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ആനി, സ്റ്റിൽ ആലിസ്, മിസ്റ്റർ ടേണർ തുടങ്ങിയ സിനിമകൾ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പേ ലോകം കണ്ടു. ഇതിനെ തുടർന്ന് സോണി കോ ചെയർപേഴ്സൺ ആമി പാസ്കലിന് തൻ്റെ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഏകദേശം $15 മില്യൺ ഈ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ മാത്രം സോണിക്ക് മാറ്റിവെക്കേണ്ടി വന്നത്. ഡിസംബർ 16-ന് ഹാക്കർമാർ തങ്ങളുടെ ഏറ്റവും ക്രൂരമായ ആയുധം പുറത്തെടുത്തു. ദി ഇൻ്റർവ്യൂ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് നേരെ 2001 സെപ്റ്റംബറിലെ ആക്രമണത്തിന് സമാനമായ ഭീകരാക്രമണം നടത്തുമെന്നായിരുന്നു ഭീഷണി. 2001 സെപ്റ്റംബർ 11 ഓർക്കുക എന്ന വാചകം അമേരിക്കയെ ഒന്നടങ്കം ഭയപ്പെടുത്തി. പ്രധാന തിയേറ്റർ ഉടമകൾ സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന് അറിയിച്ചു. ഇതോടെ ആഗോളതലത്തിൽ സോണി പ്രതിസന്ധിയിലായി. ചരിത്രത്തിലാദ്യമായി ഒരു വിദേശ സൈബർ ഭീഷണിക്ക് മുമ്പിൽ ഹോളിവുഡ് മുട്ടുമടക്കി. സോണി സിനിമയുടെ തിയേറ്റർ റിലീസ് പൂർണ്ണമായും റദ്ദാക്കി. ഈ തീരുമാനം അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചു. പ്രസിഡന്റ് ബരാക് ഒബാമ ഇതിനെ സോണിക്ക് പറ്റിയ വലിയൊരു അബദ്ധമെന്ന് വിളിച്ചു. ഒരു സ്വേച്ഛാധിപതിക്ക് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു.
ഈ സമ്മർദ്ദത്തെ തുടർന്ന് ഡിസംബർ 25-ന് സിനിമ ഓൺലൈനായും തിരഞ്ഞെടുത്ത തിയേറ്ററുകളിലും റിലീസ് ചെയ്തു. FBI നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണം നോർത്ത് കൊറിയയുടെ പങ്കിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടി. ഹാക്കിങ്ങിന് ഉപയോഗിച്ച കോഡുകൾ മുമ്പ് സൗത്ത് കൊറിയൻ ബാങ്കുകളെ ആക്രമിക്കാൻ ഉപയോഗിച്ചതായി സാമ്യമുള്ളവയായിരുന്നു. ഹാക്കർമാർ തങ്ങളുടെ IP അഡ്രസ്സുകൾ മറയ്ക്കുന്നതിൽ കാണിച്ച ചില പിഴവുകളാണ് FBIക്ക് സഹായകമായത്. നോർത്ത് കൊറിയയുടെ ഇൻ്റർനെറ്റ് ഉപയോഗം അതീവ നിയന്ത്രിതമായതിനാൽ ഗവൺമെൻറ് അറിയാതെ ഇത്ര വലിയൊരു നീക്കം അസാധ്യമാണെന്നാണ് FBI ഡയറക്ടർ വ്യക്തമാക്കിയത്. എന്നാൽ നോർത്ത് കൊറിയ ഇത് നിഷേധിച്ചു. ഇത് ചെയ്തവർ രാജ്യസ്നേഹികളായ അനുഭാവികളാണ് എന്നതായിരുന്നു അവരുടെ ഔദ്യോഗിക പ്രതികരണം. 2018-ൽ പാർക്ക് ജിൻ ഹോക്ക് എന്ന നോർത്ത് കൊറിയൻ പൗരനെതിരെ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് കുറ്റപത്രം സമർപ്പിച്ചു. ഇയാൾ നോർത്ത് കൊറിയൻ ചാരസംഘടനയായ RGBക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. അതേസമയം ഇത് സോണിയിലെ തന്നെ മുൻ ജീവനക്കാർ ചെയ്ത ഇൻസൈഡ് ജോബ് ആണെന്ന് വിശ്വസിക്കുന്ന സൈബർ വിദഗ്ധരും ഇന്നും കുറവല്ല. സോണി ഹാക്ക് വെറുമൊരു കമ്പനിക്കുണ്ടായ നഷ്ടമല്ല, അത് സൈബർ യുദ്ധതന്ത്രങ്ങളുടെ ഒരു പുതിയ മുഖമാണ്. വിക്കിലീക്സ് ചോർത്തിയ 30,000-ഓളം രേഖകൾ ഇന്നും പൊതുസഞ്ചയത്തിലുണ്ട്. ലോകത്തെ ഏത് വൻകിട കോർപ്പറേഷനും ഏത് നിമിഷവും തകർക്കപ്പെടാം എന്ന വലിയ സന്ദേശമാണ് ഈ സംഭവം നൽകിയത്. സൈബർ സുരക്ഷാ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ ഇത് പ്രേരിപ്പിച്ചു. നമ്മുടെ കാലഘട്ടത്തിൽ അതിർത്തികൾ കമ്പ്യൂട്ടർ സ്ക്രീനുകളാണ്. തോക്കുകളേക്കാൾ മാരകമായി കീബോർഡുകൾ മാറുന്ന കാഴ്ച. സോണി പിക്ചേഴ്സിന് നേരിട്ട ഈ ദുരന്തം ആവിഷ്കാര സ്വാതന്ത്ര്യവും ആഗോള രാഷ്ട്രീയവും സൈബർ യുദ്ധവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തിൻ്റെ തെളിവായി ചരിത്രത്തിൽ അവശേഷിക്കുന്നു. വരാനിരിക്കുന്ന യുദ്ധങ്ങൾ കടലിലോ കരയിലോ അല്ല, ഇൻഫർമേഷൻ ഹൈവേകളിലായിരിക്കും നടക്കുക. ഓർക്കുക, ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡിജിറ്റൽ ലോകം വെറും ഒരു മഞ്ഞുപാളിയുടെ അഗ്രം മാത്രമാണ്. അതിനു താഴെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നിഴൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ഇര ആരാണെന്നോ അടുത്ത ആക്രമണം എവിടെ നിന്നാണെന്നോ ആർക്കും അറിയില്ല. കാരണം അറിവാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആയുധം. അത് ചോരുന്നത് നിങ്ങൾ അറിയാതെയാകാം.